ബെർദുബായിൽ നിന്നും ദേറയിലേക്കുള്ള ഒരു മദീനയിലെ യാത്രയാണ്. ഇവിടെ നിന്നും അനേകം മദീനകൾ ബെർദുബായിൽ നിന്നും കിട്ടും. ഇത് നേരെ ദേറയിലേക്ക് പോകാം. ദേറ ഒരു വലിയ ബിസിനസ് ഏരിയയാണ്. ഒരുപാട് മാളുകളും ഗോൾഡ് സൂക്ക്, ക്ലോത്ത് സൂക്ക്, സ്പൈസ് സൂക്ക്, ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് ദേറയിൽ. ദേറ ഒരു കാണാൻ വളരെ ബൃഹത്തായ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും ഈ മദീനയിൽ നിന്നും ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഷിക്കാര പോലെ ഒരു സാധനമാണ്. ഇതിലിരിക്കാൻ പലക ഉണ്ട്. ഒരു ബോക്സ് പോലെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ഭാഗത്തും ഇരിക്കാം. ഏകദേശം 20 യാത്രക്കാരോളം ഇതിൽ ഉണ്ടാവും. എല്ലാത്തിലും UAE പതാകയുണ്ട്. വളരെ നല്ല ഉത്സാഹം തരുന്ന ഒരു യാത്രയാണ് ഈ ബെർദുബായിൽ നിന്നും ദേറയിലേക്ക്. മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണ്. നല്ല രീതിയിൽ അവർ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങോട്ടും ഒരു ദിർഹം, തിരികെ വരുന്നതിനും ഒരു ദിർഹം. ഇല്ലെങ്കിൽ ദേറയിൽ പോയി അവിടെ നിന്ന് ബസ്സിലേക്ക് ബെർദുബായിലേക്ക് വരാം. വിസ്മയ കാഴ്ചകളാണ് നൽകുന്നത്. ദുബായ് ഒരു അത്ഭുത നഗരം തന്നെ. വളരെ ഉയരമുള്ള 100ഉം 120 നിലകളുള്ള കെട്ടിടങ്ങളും, താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ തലയുടെ കഴുത്ത് തന്നെ വേദനയുണ്ടോ അത്രയ്ക്ക് രീതിയിൽ ഉയരമുള്ള കെട്ടിടങ്ങളാണ്. വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ മറീനയും ഇഷ്ടംപോലെ ജലവും വളരെ ശുദ്ധമായ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഏതൊരു കാര്യം നിർമ്മിക്കുക എളുപ്പമായിരിക്കും, പക്ഷേ അത് സംരക്ഷിക്കുക എന്നത് ഓരോ ഭരണവിഭാഗത്തിൻ്റെ കഴിവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും ഉണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ വളരെ ഭംഗിയായിട്ട് ഏതൊരു സംരംഭവും സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും വലുത്. ഒരു രീതിയിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ പ്ലാസ്റ്റിക് കുപ്പികളോ ഒന്നും തന്നെ കാണില്ല. നമ്മുടെ നദീഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുകി നടക്കുന്നത് തന്നെ കാണാം. എല്ലാവർക്കും സംരക്ഷിക്കാനുള്ള വിവരവും ബുദ്ധിയും എല്ലാം ഉണ്ട്. എന്നാലും അത് പ്രാബല്യത്തിൽ വരുന്നില്ല എന്ന് മാത്രമാണ്. ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ടായിരിക്കാം. ഇവിടെ കടൽക്കാക്കകൾ, സീഹാക്ക് എന്ന് പറയുന്ന ഒരുതരം പക്ഷി പറക്കുന്നത് കാണാം. വളരെ രസമാണ് വൈകുന്നേരത്തെ ഇവിടുത്തെ ഒരു ബോട്ട് യാത്ര. ഒരുപാട് സഞ്ചാരികൾ ദേറയിലേക്ക് പോകുന്നു. തിരികെ അവിടെ നിന്നും ഇങ്ങോട്ടും വരുന്നുണ്ട്. വൈകുന്നേരം ഇതിൻ്റെ തീരങ്ങളെല്ലാം ഒരു ഉത്സവ ഛായയാണ്. ഔട്ട്സൈഡ് ഫുഡും മറ്റും കഴിച്ച് അവിടെ സുഖമായി ഇവിടുത്തെ കാറ്റും കൊണ്ട് നല്ലൊരു അനുഭവം തരുന്നുണ്ട്. ഇത് മദീനയാണ്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റിൻ്റെ മുമ്പിലുള്ള മദീനയാണ്. കടലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നേരത്തെ കണ്ടുപോലെ മനുഷ്യനിർമ്മിതമല്ല, കടൽ തന്നെ. മറീന, വാട്ടർ ഫ്രണ്ട് ഫിഷ്
ഇവിടെ കൊടി പാറിപ്പറക്കുന്നു. ഇത് ഇവിടുത്തെ മത്സ്യ മാർക്കറ്റാണ്. വിവിധതരം മത്സ്യങ്ങൾ സൂക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ പല മാർക്കറ്റും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ശുദ്ധിയും ഭംഗിയും എടുപ്പും എല്ലാ മത്സ്യങ്ങളും വളരെ ഫ്രഷായിട്ടും ക്ലീനായിട്ടും സൂക്ഷിക്കുന്നു. എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്യാൻ അതിൻ്റേതായ ക്ലീനിങ് മെഷീനും കാര്യങ്ങളും ആൾക്കാരുണ്ട്. നല്ലൊരു തണുത്ത അന്തരീക്ഷം കൂടെയാണ് ഇവിടെ. ഇഷ്ടം പോലെ മീനുകൾ വാങ്ങാൻ കിട്ടും, തൂക്കി വാങ്ങാം. ഇത് ഇവിടെ അടുത്ത് തന്നെ കട്ട് ചെയ്ത് കിട്ടുന്ന ഏരിയയുമുണ്ട്. വളരെ രീതിയിൽ ഭംഗിയായി സൂക്ഷിക്കുന്ന ഈ മാർക്കറ്റ് തന്നെ ഒരു സ്വർഗ്ഗലോകം പോലെയാണ്. കണ്ടാൽ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിനകം കണ്ടതുപോലെ ഇരിക്കുക. അത്രയ്ക്ക് നീറ്റും വെടുപ്പും ലൈറ്റിങ്ങും എല്ലാം കൊണ്ട് സമൃദ്ധമായ രീതിയിലാണ് ഇവർ സൂക്ഷിക്കുന്നത്. ദുബായിലുള്ള ഈ ചെറിയ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തിക്കും. ഏതാനും ദിവസങ്ങളുള്ള അടുത്ത കാഴ്ചകളെ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തും. കുറേ കൂടെ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ